ഇന്നത്തെ വീഡിയോയും ഇന്നലത്തെ പോലെ തന്നെ മുഖം കാണിക്കാതെ ഒരു ഓഡിയോ മാത്രമായിട്ടാണ് കാണിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്വാസം വലിച്ചു വിടുക എന്ന് പണ്ട് ഒക്കെ പറയുമല്ലോ. പണ്ട് അത് ഡോക്ടർമാരുടെ അടുത്ത് പോകുമ്പോൾ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളായിരുന്നു. അങ്ങനെ ഒരു സെൻറ്റൻസ് പറയുന്നത് ഡോക്ടർമാർ മാത്രമായിരുന്നു. നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും അസുഖമായിട്ട് ചെല്ലുമ്പം ഡോക്ടർ ആ സ്റ്റെതസ്കോപ്പ് നമ്മളുടെ നെഞ്ചത്തും പുറത്തും ഒക്കെ വെച്ച് നോക്കും. എന്നിട്ട് ഡോക്ടർ പറയും ശ്വാസം വലിച്ചു വിടുമെന്ന്. അപ്പം എൻ്റെ വിചാരം, അന്ന് കുട്ടിക്കാലത്തൊക്കെ എൻ്റെ വിചാരം, ഡോക്ടർ ഇങ്ങനെ ഒരു സ്ഥലത്ത് വെക്കുമ്പോൾ നമ്മൾ ശ്വാസം വലിക്കുമ്പോഴത്തേക്കും ഡോക്ടർ അത് മാറ്റി അടുത്ത സ്ഥലത്തേക്ക് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ വിചാരം ഈ വെച്ച സമയത്ത് തന്നെ വലിക്കുകയും വിടുകയും ചെയ്യണമെന്ന് വെച്ച് ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ട് ശ്വാസം വലിക്കുകയും വിടുകയും ഒരുമിച്ച് വേഗം ചെയ്യും. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ സാധാരണ പോലെ വലിച്ചു വിടുമ്പം ഡോക്ടർക്ക് അത് ചെവിയിൽ കേൾക്കാൻ പറ്റുമായിരിക്കും എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ എന്നുള്ളത്. അന്ന് എനിക്കറിയില്ലായിരുന്നു. ഡോക്ടർ ഇത് മാറ്റി മാറ്റി ഇങ്ങനെ വെക്കുന്നതിനനുസരിച്ച് ഞാൻ ശ്വാസം പെട്ടെന്ന് വലിച്ചു വിടുകയായിരുന്നു. അങ്ങനെ മാത്രമേ ശ്വാസം വലിച്ചു വിടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ കേൾക്കാറുള്ളായിരുന്നു. പക്ഷേ ഇന്ന് യോഗയുടെയൊക്കെ ഒരു വല്ലാത്ത പ്രസക്തി വന്ന ഈ കാലത്ത് ശ്വാസത്തിന് വല്ലാത്ത ഇമ്പോർട്ടൻസ് ഉണ്ട്. പല പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഈ ശ്വാസം വലിച്ചു വിടുന്നത് കൊണ്ട് പ്രയോജനമുണ്ട്. വേദനകൾ, നമുക്ക് ഇഞ്ചക്ഷൻ വെക്കുന്ന സമയത്തും ശ്വാസം വലിക്കാൻ ഇപ്പോൾ നേഴ്സുമാർ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് വേദന അത്ര അറിയില്ല. അതുപോലെ നമുക്ക് ടെൻഷൻ വരുമ്പോൾ, നമുക്ക് കരച്ചിൽ വരുമ്പോൾ, നമുക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ തോന്നുമ്പോൾ, നമുക്ക് ഭയങ്കരമായിട്ടുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പല പല കാര്യങ്ങൾ, ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ നിൽക്കുമ്പോൾ, പെട്ടെന്ന് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുമ്പോൾ, അതുപോലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, ഇനി അങ്ങനെയൊന്നും അല്ലാതെ നോർമൽ കണ്ടീഷനിൽ തന്നെ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് തീരുമാനം എടുക്കേണ്ടി വരുന്ന സമയത്തോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സംഭവങ്ങളില്ലാത്ത സമയങ്ങളിലും ഒക്കെ നമ്മൾ ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്ക് വലിച്ചിട്ട് മെല്ലെ വിടുമ്പോൾ നമുക്കത് വളരെ ശരീരത്തിന് പ്രയോജനപ്പെടുന്നൊരു കാര്യമാണ്. അതുപോലെ ഇപ്പം മുമ്പേ പറഞ്ഞ ഈ കാര്യങ്ങളിലൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ശ്വാസം വലിച്ചു വിടുമ്പോൾ നമുക്ക് ഭയങ്കരമായി ദേഷ്യം പിടിച്ച് ഒരാളോട് എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ഒന്ന് നിന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് നന്നായിട്ട് വലിച്ച് 2-3 പ്രാവശ്യം വിടുമ്പോൾ നമുക്ക് ആ ദേഷ്യത്തിൻ്റെ അളവ് കുറയും. അപ്പോൾ ഈ ശ്വാസം വലിച്ച് വിടുന്നത് കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടെന്ന് ഇപ്പോഴത്തെ കാലത്ത് അത് ഭയങ്കര പ്രസക്തമാണ്. അത് ആ യോഗ ക്ലാസ്സിൽ കൂടിയും അല്ലാതെയൊക്കെ അതിൻ്റെ ടീച്ചേഴ്സും അതിൻ്റെ ആൾക്കാരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതല്ലാതെ നമ്മൾ പല പല വീഡിയോസിൽ കൂടിയും പറ്റൊക്കെ കേട്ട് മനസ്സിലാക്കുന്നുണ്ട് ഈ ശ്വാസം വലിച്ചു വിടലിന് വല്ലാത്ത ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. പണ്ടത്തെ കാലത്ത് അറിയില്ലായിരുന്നത്. ശ്വാസം വലിച്ചു വിടുമ്പോൾ ശരീരത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉണ്ടാകുന്നത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ലെങ്കിലും നമ്മളുടെ ശരീരത്തിലേക്ക് ശ്വാസം വലിക്കുമ്പം രക്തധമനികളിൽ കൂടിയൊക്കെ രക്തം ഉള്ളിലേക്ക് നന്നായിട്ട് ഇരച്ച് കയറുകയും അതുപോലെ നമ്മളുടെ ശ്വാസകോശം ഫുള്ളായിട്ട് ഫില്ലായിട്ട് ആ ശ്വാസം പുറത്തേക്ക് പതുക്കെ വിടുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ പല പല ചേഞ്ചസും ഉണ്ടാവുന്നുണ്ടായിരിക്കും, നല്ല ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ശ്വാസം വലിച്ചു വിടുന്നത് വളരെ നല്ലതാണെന്ന് പറയാൻ കാരണം എന്ന് തോന്നുന്നു.